ഹലോ ഫുഡീസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടൊരു റെസിപ്പി ആയിട്ടാണ്. വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആർക്കും അത്ര തന്നെ ഇഷ്ടമായിരിക്കില്ല അല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നമാണ്, ഇത് നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കുഴഞ്ഞു പോകാണ്ട് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിഞ്ഞത് വെള്ളത്തിലേക്കായിരുന്നു. വെള്ളത്തിലേക്ക് അരിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ എടുക്കണം. ഒപ്പം തന്നെ ഞാനൊരു കുറച്ച് സവാള കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും സവാളയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങ അരിയുമ്പോൾ എല്ലാവരും വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിന് കറയുണ്ട്, ആ വെള്ളത്തിലേക്ക് അരിഞ്ഞാൽ നമുക്കതിൻ്റെ കറയെല്ലാം പോയി കിട്ടുകയുള്ളൂ. എന്നിട്ട് നന്നായിട്ട് 1-2 വട്ടം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും സവാളയും ഒക്കെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂടിയൊന്നും വെക്കണ്ട, മൂടാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം സവാളയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അല്പം കറിവേപ്പില, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി, നന്നായിട്ട് അരച്ചെടുക്കണ്ട. ഈ ഒരു അരപ്പ് നമ്മുടെ വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വഴുതനങ്ങയിൽ നിന്ന് തന്നെ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കാണ്ട് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുതേ. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഇത് കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഒന്നിൽ തന്നെ തൊടാണ്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.